ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നത്, എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് പൗർണമി ഡേ ആണ്. അപ്പോൾ ഇന്നലെ നമുക്ക് റീഡിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പൗർണമി റിച്വലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടുന്ന വ്യക്തികൾ കമൻറ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊക്കെ അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതറിയാത്ത കുറച്ച് പേരെന്നോട് വാട്സപ്പിനകത്ത് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അറിയാത്ത ഇനിയും വ്യക്തികളുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പൗർണമി റിച്വലിൽ പങ്കെടുത്തിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇത്രയും നാളും നമ്മളൊരു 6-7 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലിൽ കയറിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള സെക്ഷനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് കാണാം. അതിന് താഴെ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ ഏകദേശം ഇന്ന് രാത്രി വരെയാണ്, ഒരു 12 മണി വരെയൊക്കെയാണ് നമ്മൾ അതുവരെ ഇടുന്ന ആൾക്കാരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് നമ്മളുടെ വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള പേഴ്സൺ തന്നെയാണ്. അതായത് അവരുടെ ലൈഫിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം ചിലവരെങ്കിലും. അതായത് ഇവർ വളരെ പ്രാക്ടിക്കലാണ്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈഫിനെ കാര്യമായിട്ട് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ ഇമോഷൻസിന് വേണ്ടി ചിലപ്പോൾ അതെല്ലാം കണ്ടില്ല എന്ന് വെക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ഉറച്ചൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കണം. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യാനായിട്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയ ഒരു സമയത്ത് ചിലപ്പോൾ അവരുടെ ഈ ഒരു എക്സാക്റ്റ് ക്യാരക്ടർ ചിലപ്പോൾ അവർ മറച്ചു വെച്ചിട്ടുണ്ടാവാം. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ തോന്നിയിട്ടുണ്ടാവുക ഇവർ മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതായിരിക്കാം. പക്ഷെ പിന്നീടാണ് അവരുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ആ ഒരു ട്രൂ നേച്ചർ എന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ആദ്യത്തെ കാലങ്ങളിലെല്ലാം നിങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രയോറിറ്റി തന്ന് മുന്നോട്ട് പോയതെങ്കിൽ പതിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ആ ഒരു പേഴ്സൺ അവരുടേതായ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, അല്ലെങ്കിൽ അതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വഴിയായിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു താല്പര്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ചാലഞ്ചായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരത്രയധികം ആഗ്രഹിച്ച് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടാവും നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ മാക്സിമം പ്രീതിപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് തരുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ എത്തിച്ചതായിരിക്കാം. കാരണം നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അവരതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു സമയത്ത് കണ്ടിരുന്നത്. അപ്പോൾ അത്രയധികം ഇൻട്രസ്റ്റ് അവർ നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനും കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയധികം ഒരു പ്രാധാന്യം അവരുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ പോലും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തന്ന് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ആ ഒരു പ്രയോറിറ്റി, ഇതെല്ലാം ഒരു കാപട്യമായിരുന്നോ,
അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ ഫേക്കായിട്ട് നിന്ന് നിങ്ങളെ സ്വന്തമാക്കിയതാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും അവർക്ക് അത്രയധികം താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി തന്നെയാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു പൊസിഷനിലാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളെ നേടുക എന്ന് പറയുന്നത് ഒരു വിലമതിക്കാനാവാത്ത കാര്യം എന്നുള്ളത് തന്നെയായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഒരു ഫേക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാനോ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളത് ആ ഒരു പേഴ്സൻ്റെ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഇത്രയും സ്നേഹവും കെയർ അല്ലെങ്കിൽ അഫെക്ഷൻ എനിത്തിങ് ഇതെല്ലാം കാണിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പതിയെ മാറുകയാണോ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആക്റ്റീവായി വന്നപ്പോൾ അവർ അതൊരു ഓഫ് സിറ്റുവേഷൻ പോലെയായി. അത്രയും നാൾ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചില്ല, അല്ലെങ്കിൽ ഒരു ബോർഡർ വെച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ സ്നേഹവും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്ന പ്രയോറിറ്റിയൊക്കെയാണ് അവരെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മതി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു ഫുൾ എനർജിയും കൊടുത്ത് ഇതിനകത്ത് വന്നൊരു ടൈമിൽ അവർ പതിയെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു ഫീലിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലിപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു എൻഡായ പോലെ ആയിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇതൊരു സ്പോയിലായി പോയ റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളൊരു ഡൗട്ടിലൊക്കെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എനർജി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തീർത്തും പഴയ ആ ഒരു നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും കെയറും ഒക്കെ തന്ന ആ ഒരു പേഴ്സണിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചു മറ്റൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയാറില്ലേ, വിളിച്ചു വരുത്തി ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഓണായി വന്നപ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവിടെയില്ല. നമ്മളൊരു മാജിക്ക് കണ്ടതുപോലെ, നമ്മളൊരു മാജിക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നോക്കിയിരിക്കും എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മളെ കാണിച്ച് അതിശയിപ്പിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോഴാണ് നമ്മൾ കണ്ടതെല്ലാം വെറും ഒരു മായ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം പോയി, അല്ലെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് ഒരുപാട് ഒരു മനക്കോട്ട കെട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുന്നത്, ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യമായിരിക്കാം. കാരണം അത്രയ്ക്ക് ഒരു അഷുറൻസ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും ആ ഒരു ലെവലിൽ സ്വപ്നം കണ്ടത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു കാര്യത്തിലും നിങ്ങൾ ഇത്രയധികം കോൺഫിഡൻസ് ആയിട്ട് ഡ്രീം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിങ്ങൾ ഡ്രീം ചെയ്തത്. അപ്പം അതെല്ലാം നമ്മൾ വിചാരിച്ചത് പോലെയല്ല, ഒരു പാറ്റേൺ മുഴുവൻ തെറ്റായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകൾ മുഴുവൻ വെറുതെ ആയിരുന്നു എന്നുള്ള ആ ഒരു നിരാശയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞു. എങ്കിലും ഇവർ അത് കൂടാതെ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അതായത് ഇവർ ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അത് അവർക്ക് അത്രയും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഓണായിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടുതലായിട്ട് ഇവരുടെ ഒരു കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്യാൻ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയധികം താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കില്ല. അപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടർ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ഒരു ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ അവരെന്താണോ വിചാരിച്ചത് അത് അവർക്ക് നടത്തിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം നടത്തിയെടുക്കുന്നതിന് മറ്റൊന്നും പ്രശ്നമല്ല. അവിടെ മറ്റാരുടെ ഇമോഷൻസോ കാര്യങ്ങളോ ചിലപ്പോൾ അവർ കാണാതെ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഓവറായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പൊസസീവ് നേച്ചർ കാണിച്ച് ഇവരെ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നിന്ന് തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവും. അവർക്കൊരു ഫ്രീഡം കൊടുക്കാതെയാണ് നിങ്ങൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ഒരു കോൺസെൻട്രേഷൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സമാധാനം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരോട് കൂടുതലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളൊരു ഓവർ പൊസസീവ് ആയതുകൊണ്ടല്ല, പക്ഷേ നിങ്ങൾക്ക് ആദ്യമേ തന്ന ആ ഒരു സ്നേഹവും പരിഗണനയും പിന്നെ കിട്ടാതെ ആയപ്പോഴുള്ള നിങ്ങളുടെ ഡൗട്ട് കൊണ്ടാണ് നിങ്ങൾ ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാനായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഇവരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവർക്കത് മനസ്സിലായിട്ടുള്ളത് മറ്റൊരു തരത്തിലായിരിക്കാം.
അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും നേച്ചർ, ഓപ്പോസിറ്റ് വരുന്ന നിങ്ങൾ രണ്ട് വ്യക്തികളുടെയും നേച്ചർ എന്ന് പറയുന്നത്, ഒരാൾ കൂടുതൽ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കണക്കിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ മറ്റേ ആൾ ബ്രെയിൻ യൂസ് ചെയ്താണ് തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു തലച്ചോറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വൈരുദ്ധ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഇരുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല. പലപ്പോഴും നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാവാം, ചില സമയങ്ങളിൽ പോസിറ്റീവായിട്ട് വന്നാൽ പോലും പലപ്പോഴും നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാവാം. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നു, യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളോട് പഴയ ഒരു പരിഗണന തരാത്തതിന് പറയുന്ന ആ ഒരു റീസൺസ് എല്ലാം വാലിഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഒഴിവാക്കാൻ പറയുന്നതാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരൊരിക്കലും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് പിരിമുറുക്കം ഉണ്ട് ആ ഒരു പേഴ്സണ്. ചിലപ്പോൾ അവരുടെ ജോലി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസ് അവരുടെ ലൈഫിനകത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും തീർച്ചയായിട്ടും അറിയാമായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പഴയ അടുപ്പമില്ലാത്തതിൻ്റെ കാരണം എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലൂടെ മനസ്സിലായിട്ടുണ്ടാവാം എന്താണ് ആക്ച്വലി ഇവരുടെ പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഇവരായിട്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഇവരുടെ ഒരു പെരുമാറ്റം കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിനകത്തുള്ള ഒരു പേടി കൊണ്ടൊക്കെ ആയിരിക്കാം പല രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൂട്ടണം എന്നുള്ള ഒരു ഡിസിഷനുള്ള പേഴ്സൺ തന്നെയാണ്. ഒരിക്കലും നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് കളയാമെന്നൊന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ട് പേരും എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിനകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. അത് ചിലവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മറ്റു വ്യക്തികൾ ഉണ്ടാവാം, അതുമൂലമുള്ള തടസ്സമായിരിക്കാം. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ആയിരിക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ചിലവരുടെ കേസുകളിൽ വരുന്ന ഒരു തടസ്സം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരൊരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളോടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിനോടോ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു വ്യക്തി വളരെയധികം കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകുന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നു പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിനകത്ത് അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളൊരു സമയത്ത് തന്നെ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ അവരെ ആരും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു കെയറോ അല്ലെങ്കിൽ ലവോ എഫെക്ഷനോ ഇതൊന്നും മറ്റാരും അവരുടെ ലൈഫിൽ അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് നിങ്ങളൊരിക്കലും അവരിട്ടിട്ട് പോവില്ല. കാരണം അത്രത്തോളം നിങ്ങളുടെ മനസ്സിനകത്ത് അവരോട് സ്നേഹമുണ്ടെന്ന് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ ആ ഒരു വ്യക്തിക്കുള്ള ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ 100ആണ്. വേണമെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ആ ഒരു പേഴ്സൺ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോവില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റക്നെസ്സിൽ അവരത്രയധികം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തരാത്തത്. കാരണം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ പോവില്ല. അപ്പോൾ അവരുടെ ഇപ്പോഴുള്ള സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അവർ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കുറച്ച് നാളത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹം.
അപ്പോൾ ടീനേജേഴ്സായിട്ടൊക്കെയുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു എക്സാം ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനിയൊരു കോൺടാക്റ്റ് വേണ്ട, എനിക്ക് കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അത് തൽക്കാലം ഒന്ന് കുറയട്ടെ, അതിൻ്റെ ഒരു ആക്കം കുറയട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും പഴയതുപോലെ ആവാമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ജോബ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുന്നത് വരെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഏകദേശം ഇത്തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റീസൺ അറിയാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിത് ഓവർകം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നു. കാര്യമൊക്കെ അറിയാമെങ്കിൽ പോലും നിങ്ങൾക്കൊരു ക്ഷമ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ പിരിഞ്ഞിരിക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ പറയാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തി കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ സഞ്ചരിച്ച് പോകാനായിട്ട് അവരെ കൊണ്ട് കഴിയും. പക്ഷേ നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് അത്രത്തോളം അത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ അത്രയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ള എല്ലാവരുടെയും കാര്യത്തിൽ നിങ്ങൾ സെൻസിറ്റീവ് ആവണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ഓവറായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് നേരിടാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഇത്രയും നാൾ വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്രയും നാൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ പെട്ടെന്ന് അതെല്ലാം ഒരു ദിവസം നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആ ഒരു കണ്ടിന്യൂറ്റി കുറയുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും രണ്ടുപേരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഇതിനകത്ത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ രണ്ടുപേരും ഇമോഷണലി വീക്കായിട്ടുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. കാരണം ഇമോഷണലി വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഉടനെ വന്ന് സംസാരിക്കണമെന്ന് രണ്ടുപേർക്കും തോന്നും. അല്ല നേരെ തിരിച്ചാണ്, പ്രാക്ടിക്കലി ആണ് ചിന്തിക്കുന്നതെങ്കിലും കുറച്ച് സമയം എടുക്കട്ടെ, ഇനിയിപ്പോൾ എന്താണ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് പേരുടെയും ഈ ഒരു ക്യാരക്ടറിൻ്റെ വൈരുദ്ധ്യമാണ് ഇത്രയും ഒരു കോംപ്ലിക്കേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങളില്ലാതെ ഒരു വ്യക്തി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം അവരുടെ മൈൻഡിനകത്ത് ഒരുപാട് സംഘർഷമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മോൺ ചെയ്ത് വരണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർ മനഃപൂർവ്വം നിങ്ങളിലേക്ക് എത്താൻ വൈകിക്കുന്നതോ അല്ലെങ്കിൽ വൈകി വരട്ടെ എന്ന് വിചാരിക്കുന്നതോ അല്ല. അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, അവർ എന്തിനു വേണ്ടിയിട്ടാണോ മാറി നിൽക്കുന്നത് അതവർക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ആ ഒരു സ്റ്റക്നെസ് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ തന്നെയാണ്. അതാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കിയിട്ട് അവർക്ക് അവരുടെ ലൈഫ് നോക്കി പോകാം എന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റക്നെസ് മാറ്റി അവർ അവരുടേതായിട്ടുള്ള ആ ഒരു നിലയിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ കൂടെ കൂട്ടാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ പറയാനാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റക്നെസ് മാറി ഇതൊരു ബാലൻസ്ഡ് സിറ്റുവേഷനായിട്ട് മാറും എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ബാലൻസ് സിറ്റുവേഷനായിട്ട് മാറാനായിട്ട് നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അതൊരു മെൻ്റൽ സപ്പോർട്ടായിരിക്കും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടുതലും അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ അവരെ ഒരുപാട് ശല്യപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോട് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതെല്ലാം ചിലപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ അവർ ഫ്രീഡത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നുണ്ടാവാം, നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ അത് മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ, സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു 4 of Wands എനർജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കംപ്ലീഷൻ കാർഡ്, അതുപോലെ വി ആർ ദ വേൾഡ് കാർഡ്, ഇതെല്ലാം നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ ആണ്. അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇൻകംപ്ലീറ്റ് ആണ്, അതുപോലെ തന്നെ അവരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തരുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അവർ കുറച്ച് ചിലപ്പോൾ മുൻകോപക്കാരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം,
അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ മൈൻഡിനകത്ത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളോടാണ് അവർക്ക് താല്പര്യം. പക്ഷേ അവരുടെ ഒരു ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഉയരണം എന്നുള്ളൊരു പിടിവാശി അവർക്കുണ്ട്. അതാണ് അവരുടെ ഒരു ഡ്രോബാക്ക് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. നമ്പർ 27 എറണാകുളം. നമ്പർ 1 ലെറ്റർ ഡി ആണ് കേട്ടോ, ഡി ഫോർ ഡോൾ. Pisces zodiac sign. Aquarius zodiac sign. Number 23, number 13, number 11, Idukki district. Letter S, letter V, പൂരുട്ടാതി നക്ഷത്രം. നമ്പർ 2 തൃക്കേട്ട നക്ഷത്രം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. നമ്പർ 31 നവംബർ മന്ത്, ലിബ്ര സോഡിയാക് സൈൻ. നമ്പർ 9 നമ്പർ 17 കാർത്തിക നക്ഷത്രം. ലെറ്റർ ആർ, ലെറ്റർ ജി, ലെറ്റർ എഫ്, മകം നക്ഷത്രം, രോഹിണി നക്ഷത്രം, ലെറ്റർ എ, ആൻഡ് ഫൈനലി സെപ്റ്റംബർ മന്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും കർമ്മ ബാഗേജസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റീകൺസിൽ ചെയ്യാനുള്ള ഒരു എനർജി തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള റീകൺസിലിയേഷൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.